പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ധ്യാനിക്കുമ്പോൾ സ്തോത്രം, കർത്താവാകുന്ന ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ദൈവം ഇരിക്കും, അവരുടെ കൂടെ ദൈവം സംസാരിക്കും, അവരുടെ കൂടെ ദൈവം നടക്കും. ദൈവം ഇറങ്ങേണ്ട സമയമാകുമ്പോൾ അവരിൽ നിന്ന് അവരുടെ അകത്തിരിക്കുന്ന ദൈവം ഇറങ്ങി പ്രവർത്തിക്കും, ബന്ധനങ്ങളെ ഉടയ്ക്കും, കെട്ടുകളെ പൊട്ടിക്കും. നമ്മളൊരു സാധാരണ മനുഷ്യരാണ്, പക്ഷെ ദൈവത്തിൻ്റെ വിളി ഉണ്ടെങ്കിൽ സ്വന്തം അസാധാരണ മനുഷ്യരായ നമ്മുടെ അകത്ത് അസാധാരണ മനുഷ്യനാകുന്ന കർത്താവ് ഇരിക്കുന്ന ഒരു അനുഭവം, കർത്താവ് വസിക്കുന്ന ഒരു അനുഭവം, കർത്താവ് നടക്കുന്ന ഒരു അനുഭവം, കർത്താവ് കൂടെ വരുന്ന ഒരു അനുഭവം, പ്രതികൂലം ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവ് പുറത്തിറങ്ങുന്ന ഒരു അനുഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവമായിരിക്കും, ഞാൻ അവരുടെ നടുവിൽ നടക്കുമെന്ന് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ അവരുടെ നടുവിൽ നടക്കും, അല്ലേ? സ്തോത്രം. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനമായിരിക്കും, ഞാൻ അവർക്ക് പിതാവായിരിക്കും, അവർ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഓ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനത്തിനകത്താണ് ആ വാക്യം കിടക്കുന്നത്. ഞാൻ അവർക്ക് പുത്രനും, ഓ സ്തോത്രം, ഞാൻ എൻ്റെ കർത്താവ് പറയുകയാണ്, അവർ എനിക്ക് പുത്രൻ പുത്രിയായി. 2 കൊരിന്ത്യർ 6-ാം അധ്യായം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 16-ാം വാക്യം 2-ാം ഭാഗം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി, ഞാൻ അവരിൽ വസിക്കുകയും വായിച്ചേ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. 16-1 മുതൽ വായിച്ചേ. 6-16 മുതൽ. ദൈവത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും. നമ്മൾ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ ദൈവം ഇരിക്കുക നമ്മുടെ അകത്ത്. നമ്മൾ കർത്താവിന്റെ വസിക്കുന്ന ആലയം. ആര് വസിക്കുക എൻ്റെ അകത്ത്? പറ. യേശുവാണോ പിശാചാണോ? പറ. യേശുവാണ് വസിക്കുന്നത്. പറഞ്ഞേ, യേശുവാണ്. പറഞ്ഞേ, പാവമല്ല, സാത്താനല്ല, ഇരുട്ടല്ല, ലോകമല്ല, പിന്നെ എൻ്റെ യേശു. പറഞ്ഞേ, സർവശക്തനാകുന്ന എൻ്റെ ദൈവം എൻ്റെ അകത്ത് വാസിക്കാൻ ഏതുമല്ലാത്ത എന്നെ ആലയമാക്കി എൻ്റെ അപ്പൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധനാകുന്ന ദൈവം എൻ്റെ അകത്തിറങ്ങി വാസിക്കാൻ തുടങ്ങി. ആലയമാക്കി. ആർക്ക് വസിക്കാൻ, ആർക്കിരിക്കാൻ, ആർക്ക് താമസിക്കാൻ, ആർക്ക് സംസാരം. നിങ്ങൾക്ക് ആഴം വെളിപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. ശാലിനിക്കകത്ത് കർത്താവ് കയറി എന്തെന്നറിയാമോ? വസിക്കാൻ, എന്നിലൂടെ സംസാരിക്കാൻ, എന്നിലൂടെ നടക്കാൻ, എന്നിലൂടെ പ്രവർത്തിക്കാൻ. ഇതിനകത്തിരിക്കുന്ന നിന്റെ അകത്ത് യേശു കയറി എന്തെന്നറിയാമോ? വസിക്കാൻ, നടക്കാൻ, സംസാരിക്കാൻ, പോകാൻ, വരാൻ, അപ്പനെ ഉയർത്താൻ, അപ്പനായി അപ്പൻ വസിക്കുക. ഇതിനകത്തിരിക്കുന്ന പൈതലെ ആരുടെ അകത്ത്? സാത്താനല്ല, ദുഷ്ടനല്ല, പാപമല്ല, യേശു മാത്രം. അമ്മ സ്വന്തം കർത്താവ് വേർതിരിച്ചവർക്ക് മാത്രമേ കയറി വരാൻ പറ്റത്തുള്ളൂ. എന്നാൽ പുതിയ നിയമസഭയിൽ എൻ്റെ കർത്താവ് എൻ്റെ അകത്താണ്. പറഞ്ഞേ, പുതിയ നിയമസഭയിൽ, പുതിയ നിയമത്തിനകത്ത് യേശു പറയുന്ന, മക്കളെ, മോളെ, ഞാൻ വസിക്കുന്ന ആലയമാണ്. എപ്പോഴും ഞാൻ നിന്നിൽ വസിക്കുമ്പോൾ യേശു പറഞ്ഞു, മക്കളെ, എപ്പോഴും ഞാൻ നിന്നിൽ വസിക്കും. നീ പോകുന്നിടത്തും വരുന്നിടത്തും, നീ എവിടെയെല്ലാം നിന്നിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ വഴിയിലൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകും. എൻ്റെ രാജ്യത്തിനകത്ത് നിന്നെ കൊണ്ടുവരും. നിന്റെ രാജ്യത്തിനകത്ത് ഞാൻ നിന്നെ പൊളിച്ചെടുത്ത് എൻ്റെ രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന് ഞാൻ നിന്നിൽ വസിക്കും. എൻ്റെ രാജ്യത്തിലൂടെ ഞാൻ നിന്നെ സഞ്ചരിക്കും. ഇതിനകത്ത് ആരുടെ വേണമോ? ദൈവം. സ്വത്രം. എൻ്റെ രാജ്യത്തിൽ ജീവിച്ച, നമ്മുടെ രാജ്യത്തിൽ ജീവിച്ച നമ്മെ കർത്താവ് പൊളിച്ചെടുത്ത് ക്രിസ്തുവിന്റെ രാജ്യത്തിനകത്താക്കി, വസിക്കുന്ന ഒരു ആലയമാക്കി. യേശു വസിക്കുന്ന ഒരു ആലയമാക്കി. ഇതിനകത്ത് ഓരോരുത്തരുടെ ദൈവശക്തിയെ പകരുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല നമ്മളിൽ വസിക്കുന്നത്. പറഞ്ഞേ, മറ്റാരുമല്ല നമ്മളിൽ വസിക്കുന്നത്. യേശുവാണ്. പറഞ്ഞേ, യേശുവാണ്. പറഞ്ഞേ, യേശുവാണ് എൻ്റെ അകത്ത് വസിക്കുന്നത്. യേശുവിനിൽ സംസാരിക്കുന്നു, യേശുവിനിൽ കാണുന്നു, യേശുവിനിൽ നടക്കുന്നു, യേശുവിനിൽ ഇടപെടുന്നു, യേശുവിന്റെ എന്നിലുണ്ട്. യേശുവിനെ നടക്കുമാറാക്കുന്നു. ഞാൻ വീഴാന് യേശു എന്നിലുള്ളത് കൊണ്ട് എന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എന്നെ യേശുവിൽ ദൈവത്തിനായി എന്നെ നടക്കുമാറാക്കുന്നു. എവിടെ കിടന്ന എന്നെ നിങ്ങളെ, ഏതൊക്കെ ഭാഗത്തിൽ കിടന്ന എന്നെ നിങ്ങളെ ക്രിസ്തുവിന്റെ രാജ്യത്തിനകത്ത് കൊണ്ടുവന്ന്
പറഞ്ഞേ ഈ ആലയം, പറഞ്ഞേ ഈ ആലയം ലോകം വസിക്കുന്നല്ല, സാത്താൻ വസിക്കുന്നല്ല, യേശു വസിക്കുന്ന. പറഞ്ഞേ ഈ ആലയം, ഏതാലയം? ഞാൻ എന്ന ആലയം. ഓ അവരവർ പറഞ്ഞേ ഞാൻ എന്ന ആലയം. ഞാൻ എന്ന ആലയത്തിനകത്ത് ലോകമല്ല, സാത്താനല്ല, പാപമല്ല, യേശു. പറഞ്ഞേ യേശു, പറഞ്ഞേ യേശു, യേശു. കഴിഞ്ഞ നാളിൽ ഞാൻ പാപിയായിരുന്നു, സത്യമാ. കഴിഞ്ഞ നാളിൽ ഞാൻ പിശാചിനതായിരുന്നു, സത്യമാ. എന്നാൽ ഇന്ന് ഞാൻ പാപത്തിനതല്ല, പിശാചിനതല്ല. യേശു എന്നെ സ്വതന്ത്രമാക്കി, സ്വാതന്ത്ര്യം നൽകി. രക്തത്താൽ, ആത്മാവിനാൽ, വചനത്താൽ, ശക്തിയാൽ എന്നെ പൊളിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കി, ദൈവം വസിക്കുന്ന മന്ദിരമാക്കി, യേശുവിൽ വസിക്കാൻ തുടങ്ങി. പറഞ്ഞേ ഞാൻ എനിക്കുള്ള ആളല്ല, ഞാനിപ്പോൾ എൻ്റെ ആളല്ല, ഞാൻ എൻ്റെതല്ല, എൻ്റെ ദൈവത്തിൻ്റെതാ. ഞാൻ മുഴുവൻ എൻ്റെതല്ല, ഞാൻ മുഴുവൻ എൻ്റെ ദൈവത്തിൻ്റെതാ. എന്നിലുള്ള ഒരു ഭാഗം പോലും എനിക്കില്ല. പറഞ്ഞ ആരൊക്കെ പറയും ധൈര്യത്തോടെ? എന്നിലുള്ള ഒരു ഭാഗം പോലും എനിക്കില്ല, എന്നിലുള്ള മുഴുവൻ ഭാഗവും ദൈവത്തിൻ്റെതാ. പറഞ്ഞ എന്നിലുള്ള മുഴുവൻ, ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതൽ നടന്നോണ്ടിരിക്കുക. എന്നിലുള്ള മുഴുവൻ ഭാഗവും ശത്രുവിനുള്ളതല്ല, ലോകത്തിനുള്ളതല്ല, ഇരുട്ടിനുള്ളതല്ല, എന്റെ ദൈവത്തിനുള്ളതാ. പറഞ്ഞ എന്റെ ദൈവത്തിനുള്ളതാ. പറഞ്ഞേ എന്റെ ദൈവത്തിനുള്ളതാ. ഓ ദൈവത്തിനുള്ളതാ. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ചില കൂലികൾ നിവരുകയാണ്. നാടുകളായി അടക്കി ഭരിച്ചു ഒതുക്കി ആമേൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആ കൂലിനെ പൊട്ടിക്കുന്ന ഉടമസ്ഥ. അതെ കൂലികള്, ചില കൂലികള്, ആത്മീക കൂലികള്, ശാരീരികമായ കൂലികള്, മാനസിക കൂലി. അതെ 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 അത് ഉണ്ടാക്കുന്നു, അത് പൊളിച്ചു മാറ്റുന്നു, ശരീരങ്ങൾ ഫ്രീ ആകുന്നു, മനസ്സ് ഫ്രീ ആകുന്നു, ഹൃദയങ്ങൾ ഫ്രീ ആകുന്നു, ചിന്തകൾ ഫ്രീ ആകുന്നു, കൈകാലുകൾ ഫ്രീ ആകുന്നു, ശരീരം മുഴുവൻ ഫ്രീ ആകുന്നു. ആത്മാവിന്റെ വലിയൊരു ശക്തി, ആത്മാവിന്റെ വലിയൊരു വിടുതൽ. ഓ ജീസസ് ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ, ഞാൻ അവൻ. അപ്പോ ആലയം, സ്തോത്രം, ദൈവത്തിന്റെ ആലയമാണ് ആര്? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയം. ഞാൻ എന്ന വീട്ടിനകത്ത് ജീവനുള്ള ദൈവം വസിക്കുന്നു. അവരുടെ കാലത്ത് ഇറങ്ങുന്ന ഈ വരി അത് ജീവനായി ഇറങ്ങണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്തായിട്ട് തോന്നും? പോഷകമായിട്ട് തോന്നും. പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ വിശ്വസിക്കുമ്പോൾ ഈ വരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശക്തി നമ്മുടെ അകത്തങ്ങ് ഇറങ്ങും. ജീസസ്. ദൈവത്തിന് സ്വതന്ത്രം, ദൈവത്തിന് സ്വതന്ത്രം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയം. എന്റെ ശരീരം ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയം. ദൈവത്തിന് സ്വതന്ത്രം. അടുത്ത വരി, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. നോക്കിയേ, വസിക്കുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. വായിച്ചേ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. എന്നിൽ വസിക്കുകയും ചെയ്യും. ചില സമയത്ത് പുറത്തിറങ്ങി നടക്കുകയും വസിക്കും, അവരുടെ ഇടയിൽ നടക്കും. കണ്ടോ, വസിക്കേണ്ട സമയത്ത് വസിക്കും, ഇറങ്ങി നടന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മളെ മുന്നിൽ വിടുന്നവരല്ല, നമ്മുടെ ദൈവം ഇറങ്ങി നിന്ന്. ഇതിനകത്ത് ഓരോ മക്കൾക്ക് വേണ്ടി ഇതിനകത്ത് ഞാൻ പറയട്ടെ, കർത്താവ് വിളിച്ച് വേർതിരിച്ച പൈതലാണോ? പേടിക്കല്ലേ. നമ്മള് ആരെന്നറിയാമോ? അസാധാരണക്കാരനായ ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയമാണ്. ഈ ആലയത്തിൽ ദൈവം വസിക്കുകയാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സകല നാമത്തിന് മേലായ നാമമുള്ള, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, അൽഫയും ഒമേഗയും, ആരംഭവും അവസാനവും, സ്തുതിക്കുകയൊക്കെ സാറാവുകൾ ആരാധിക്കും പരിശുദ്ധൻ എന്റെ നിങ്ങളെ അകത്ത് വസിക്കുകയാണ്. ഇനി ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ഇറങ്ങി എൻ്റെ അപ്പനങ്ങ് നടക്കും. സ്തോത്രം. അവിടെ എഴുതിക്കും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. വീണ്ടും 17 പറയുന്നു. സ്തോത്രം. 17 2-ാം ഭാഗം പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്. 17:1 മുതൽ വായിച്ച്, അവരുടെ നേരത്തെ നമ്മൾ കേട്ടതായി വചനങ്ങളല്ല. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളിച്ചെയ്തു. അശുദ്ധമായ ഒന്നും തുടരുത്. എന്തുകൊണ്ടാ തുടരുന്നത്? നേരത്തെ ഇതെല്ലാം കേട്ടു നമ്മള്. എന്തുകൊണ്ടാ തുടരുന്നത്? പറഞ്ഞാൽ എന്തുകൊണ്ടാ?
വിശുദ്ധനാകുന്ന ജീവനുള്ള ദൈവം ആലയമാകുന്ന എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ്. ജീസസ് ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേക്കാം. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അടുത്ത വരി. സർവശക്തനായ കർത്താവ് അരുളി ചെയ്തു. ആരാണ് അരുളി ചെയ്തത്? ശക്തി കുറഞ്ഞ ആളാണോ ശക്തിയുള്ള ആളാണോ? സർവശക്തൻ. സർവശക്തൻ. ഇതുപോലെ ശക്തിയുള്ള ആരും ഈ ലോകത്തിലില്ല. ദൈവത്തിന് സ്തോത്രം. സർവശക്തനാകുന്ന ദൈവം പറയുന്നു, മക്കളെ, നീ ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയമാണ്. പിന്നെ ഞാൻ നിന്നിൽ വസിക്കുകയാണ്. മാത്രമല്ല, ഞാൻ നടക്കേണ്ട സമയമാകുമ്പോൾ അവരുടെ നടുവിൽ നടക്കുകയും ചെയ്യും. പിതാവാകേണ്ട സമയത്ത് ഞാൻ പിതാവായിരിക്കും. അമ്മയായിരിക്കേണ്ട സ്ഥലത്ത് അമ്മയായിരിക്കും. മക്കളായി ചേർക്കേണ്ട സമയത്ത് നിന്നെ മോളായിട്ട് മോനായിട്ട് ഞാൻ ചേർത്ത് പിടിക്കും. ഇടയിലിറങ്ങി നടന്ന് പ്രവർത്തിക്കേണ്ട സമയത്ത് ഞാൻ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കും. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും നോക്കുമ്പോൾ ഈ ദൈവത്തെ പോലെ ദൈവം ഏതുള്ളൂ? ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. മാറില്ലവൻ എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. പഴയ നിയമം നമ്മൾ ധ്യാനിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ മോശയെക്കുറിച്ച്, മോശ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷെ മോശ എന്തൊക്കെ വിട്ടിറങ്ങി തരണമെങ്കിൽ പുതിയ നിയമത്തിൽ പോകണം. പുതിയ നിയമം കഴിഞ്ഞ് പഴയ നിയമത്തിൽ പോയാലേ മോശയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വരികയും പഴയ നിയമമാണ് ആദ്യമായി, അല്ല, പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിൽ പോകുമ്പോൾ സ്തോത്രം, പഴയ നിയമത്തിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമത്തിലെ കുറിച്ചുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 12 മുതൽ അങ്ങോട്ട് വായിച്ചാട്ടെ. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. മോശയോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്ത് അറിഞ്ഞിരിക്കുന്നു. അടുത്തറിയാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ യേശുവ. എന്നെ നിങ്ങളെ അടുത്തറിയുന്ന ഒറ്റയാളെ ഉള്ളത് യേശുവ. ഓ, ദൈവത്തിന് സ്തോത്രം. എത്ര മക്കളായാലും അമ്മയായാലും അപ്പനായിരുന്നാലും ഭാര്യയായാലും ഭർത്താവായിരുന്നാലും ഞാൻ പറയാം, യേശു അടുത്തറിയുമ്പോൾ ആർക്കും അടുത്തറിയാൻ പറ്റത്തില്ല. എൻ്റെ അപ്പ പറയും, മക്കളെ, മോശയോട് പറഞ്ഞത്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അതേവരി ഇതിനകത്തും എന്നോട് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മക്കളെ, നിന്റെ പ്രകൃതം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാ നിന്നിൽ വസിക്കാം. ജീവനുള്ള ദൈവത്തിന് വസിക്കാം. നിന്നെ ആലയമായി തിരഞ്ഞെടുത്തത് നിന്നെ അടുത്തറിഞ്ഞിട്ട് തന്നെയാ. വേറെ ആരും നിന്നെ പരിചയപ്പെടുത്തി തന്നതുകൊണ്ടല്ല, ഞാൻ നിന്നെ സ്വത്രം നിന്റെ അകത്ത് വസിക്കാം, നിന്നെ ആലയമായി തിരഞ്ഞെടുത്തത്. എനിക്ക് ആരും പരിചയപ്പെടുത്തി തരണ്ട. ആര് പരിചയപ്പെടുത്തിയാലും അവരെ അറിവിൽ നിന്നേ അവർക്ക് പറയാൻ പറ്റുമോ. പക്ഷെ ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിന്നാഹാരമാകും മുമ്പേ ഞാൻ നിന്നെ കണ്ടു കേട്ടോ. ഞാൻ സ്വർഗത്തിൽ ഇരുന്നപ്പോൾ ആരംഭമാകുന്ന ഞാൻ സകലതും സൃഷ്ടിക്കും മുമ്പേ നീ എങ്ങനെയെന്നും ആരുടെ ഉദരത്തിൽ ഉരുവാകുമെന്നും നീ ആരാകുമെന്നും നീ എന്താകുമെന്നും നിന്നെ സകലവും കണ്ട ഞാനാണ് നിന്നെ കണ്ടത്. മനുഷ്യനല്ല കണ്ടത് ആദ്യം. ഞാനാണ് നിന്റെ അപ്പനേക്കാൾ അമ്മയേക്കാൾ സകലതേക്കാളും ഞാനാണ് നിന്നെ കണ്ടത്. നിന്നെ അങ്ങേ അടുത്തറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പള്ളി വന്നപ്പോഴാണോ യേശു അടുത്തറിഞ്ഞല്ല? പിന്നെ എപ്പോഴാ?
ഞാൻ ജനിക്കും മുമ്പ് എന്നെ അടുത്തറിഞ്ഞ കർത്താവ്. ഓ ജീസസ്, ഹല്ലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്ത കർത്താവ്, എന്നെ കണ്ട കർത്താവ്. കണ്ടോ? ഓ അമ്മേ, ഈ ലോകത്തിൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പന്മാരും അമ്മയുടെ അമ്മയുടെ അമ്മയും ജനിക്കും മുമ്പ് എന്നെ കണ്ണ് ഓ സ്നേഹിച്ച, കരുതിയ, ആ ലിസ്റ്റിനകത്ത് പെടുത്തിയ ആ സ്നേഹം. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം. സാധുവാകും എന്നെ സ്നേഹിച്ചു, സ്വന്തം ജീവൻ തന്ന സ്നേഹമേ, ലോകത്തിൽ ആരും കാണും മുമ്പേ എന്നെ കണ്ട എൻ്റെ ദൈവം. ആരും ജനിക്കും മുമ്പേ എന്നെ കണ്ട ദൈവം, സകലത സൃഷ്ടിക്കും മുമ്പേ എന്നെ കണ്ട ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം, എൻ്റെ പ്രകൃതം അറിഞ്ഞ ദൈവം, എന്നെ പേർ ചൊല്ലി വിളിച്ച ദൈവം, എൻ്റെ പേരും കൂടെ ലിസ്റ്റിലാക്കിയ എൻ്റെ ദൈവം, തൻ്റെ മുൻപിൽ വിശുദ്ധിയോട് നിഷ്കളങ്കതയോട് നടക്കാൻ എന്നെ ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവം പറയും, മോളെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നിന്റെ അമ്മ അറിഞ്ഞ പോലല്ല മക്കളെ, നിന്റെ കൂട്ടുകാരൻ, നിന്റെ അപ്പനോ നിന്റെ ബന്ധുക്കൾ അറിഞ്ഞ പോലല്ല മക്കളെ. ഞാൻ നിന്നെ ഇന്നലെ അല്ല, നീ ജനിച്ച് പുറത്ത് വന്ന ശേഷമല്ല, നീ ആ പള്ളി ഇരുന്ന് കഴിഞ്ഞപ്പോഴല്ല കേട്ടോ ഞാൻ നിന്നെ അടുത്തറിഞ്ഞത്. പിന്നെ പണ്ടേ ഞാൻ നിന്നെ അടുത്തറിഞ്ഞതാ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടേ ആരും നിന്നെ കാണും മുമ്പേ, ആരും നിന്നെ അറിയും മുമ്പേ, ആരും നിന്നെ മനസ്സിലാക്കും മുമ്പേ ഞാൻ നിന്നെ മനസ്സിലാക്കി, ഞാൻ അടുത്തറിഞ്ഞു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ അടുത്തറിഞ്ഞ എൻ്റെ ദൈവം സ്വന്തം മോശയോട് പറയുന്നു, അപ്പാ അങ്ങ് പറഞ്ഞല്ലോ നീ എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അടുത്തവര് വായിച്ചേ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഇത് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ ആർക്കൊക്കെ ഉറപ്പുണ്ട്? ഇരുട്ടിനോട് പറഞ്ഞേ, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന സകലത്തിന്റെ നോക്കി പറഞ്ഞേ, എടാ നീ എന്നാണ് സൃഷ്ടിക്കപ്പെട്ടെ? ഇടയ്ക്ക് എൻ്റെ അപ്പ ലോകം ഉണ്ടാക്കുന്ന മുമ്പേ എന്നെ കണ്ടെന്ന്, എന്നെ നീയൊക്കെ എന്നാണ് വന്നേ? നിന്നെ എന്നാ സൃഷ്ടിച്ച? അതിന് മുമ്പേ എന്നെ തിരഞ്ഞെടുത്തില്ലേ? നിനക്ക് എൻ്റെ മേലെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞേ. നിനക്ക് എത്രയൊക്കെ ഉറപ്പുണ്ട് പറയാൻ ഈ വരി? അല്ലെങ്കിൽ എത്രയൊക്കെ ധൈര്യമുണ്ട് പറയാൻ? പ്രശ്നങ്ങളൊക്കെ എന്നാ വന്നേ? ഞാൻ അതിനു മുമ്പേ എൻ്റെ അപ്പ എന്നെ കണ്ടു, ആ കണ്ണിൽ ആ ദൃഷ്ടി. ഓ അപ്പൻ്റെ ദൃഷ്ടി ഒന്ന് നോക്കിയേ, അപ്പൻ്റെ ദൃഷ്ടിയുടെ ശക്തി ഒന്ന് നോക്കിയേ, അപ്പൻ്റെ കാഴ്ചപ്പാട്, ഓ അപ്പൻ്റെ കണ്ണിന്റെ, ഓ കർത്താവിന്റെ ദൃഷ്ടിയിൽ എന്നെ കണ്ടത് കണ്ടോ? എപ്പോ കണ്ടു? അമ്മ ഞാൻ ജനിച്ചപ്പോഴാണോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴാണ്? അല്ല ലോകത്തിൽ ഒന്നും ഉണ്ടാകും മുമ്പ് കണ്ടെങ്കിൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അറിഞ്ഞൂടാ. അതിനുശേഷമല്ലേ ബാക്കിയെല്ലാം ഉണ്ടായത്. ധൈര്യത്തോടെ പറയടാ, ഇതൊക്കെ എന്നാ ഉണ്ടായേ? അതിനുമുമ്പ് എൻ്റെ കർത്താവിൻ്റെ കണ്ണിൽ എന്നെ കണ്ടു, അതിനുമുമ്പ് എന്നെ തിരഞ്ഞെടുത്തു, അതിനുമുമ്പ് എന്നെ സ്നേഹിച്ചടാ. ഓ എന്നെ സ്നേഹിക്കുക മാത്രമല്ല, എനിക്ക് വേണ്ടി എൻ്റെ അശ്വ ആദ്യം പ്രാർത്ഥിച്ചേ കർത്താവിനെ സ്വന്തമാക്കി മാറ്റാൻ. എന്നെ ഇത്രയും പ്രേമിച്ച ഒരാളില്ല. പ്രേമിച്ച് മരണം കൊണ്ട് സ്നേഹിച്ച് മരണത്താൽ നേടിയ ഒരു സ്നേഹം, മരിച്ച് സ്നേഹിച്ചൊരു സ്നേഹമാണ് എൻ്റെ യേശുവിൻ്റെ സ്നേഹം. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് മകത്ത് യേശുവിൻ്റെ സ്നേഹം ഉണ്ടോ? മരിച്ചെന്നെ സ്നേഹിച്ച സ്നേഹം, മരിച്ച് നേടി കയ്യിൽ വാങ്ങിയ സ്നേഹമാണ് യേശു എന്നെ സ്നേഹിച്ച സ്നേഹം. മോശ പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞുവല്ലോ. അടുത്തവർ വായിച്ചേ. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിന്റെ വഴി മോശയുടെ ആഗ്രഹമാണ്. അപ്പൻ്റെ വഴി ഇവൻ പുറകോട്ട് പോയതാണ്. ഇവൻ 40-ാമത്തെ വയസ്സിൽ പരാജയപ്പെട്ടു പോയതാണ്.
എന്നാൽ 80-ാമത്തെ വയസ്സിൽ പൊട്ടിച്ച് വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ്റെ കൈക്ക് ഇണങ്ങി പാത്രമായി. അപ്പനില്ലാതെ നടക്കാൻ പറ്റാതായി, അപ്പനില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാതായി. അവൻ പറയുകയാണ്, അപ്പച്ച നിന്റെ വഴി നീ കാണിക്കണം, എനിക്ക് വഴിയിലൂടെ നടക്കണം. എനിക്ക് അങ്ങയുടെ വഴി കാണണം, അങ്ങ് എവിടെ മാത്രമേ നടക്കുള്ളൂ എന്ന് കാണണം. സ്വന്തം പുതിയ നിയമത്തിനകത്ത് യേശു എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ? പക്ഷെ പഴയ നിയമത്തിനകത്ത് ഭക്തൻ അറിയത്തില്ല. അതുകൊണ്ട് ഭക്തൻ പഴയ നിയമത്തിൽ പറയാണ്, എനിക്ക് ആ വഴി കാണിച്ചു തരണം, അറിയിക്കണം, എനിക്ക് ആ വഴിയെ നടക്കണം. അടുത്ത വഴി വായിച്ചേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം. അടുത്ത് ഒന്ന് നിന്റെ വഴി അറിയണം. അടുത്ത് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. എങ്ങനെ ഞാൻ അങ്ങേ അറിഞ്ഞാൽ, എങ്ങനെ ഞാൻ അങ്ങേ അറിഞ്ഞാൽ അങ്ങയുടെ കൃപ എനിക്ക് വരും? വാക്ക് ചിന്തിച്ചു നോക്കിയേ. ഞാനിനി എങ്ങനെ മുകളിൽ കയറുന്നുണ്ട്, മോശ താഴെ വരുന്നുണ്ട്, എൻ്റെ അപ്പനെ കാണുന്നുണ്ട്, അപ്പൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, കൽപ്പലക എഴുതി കൊടുത്തത് മോശക്കാണ്, ഇത് പ്രാപിച്ചവനാണ്, ഈ മോശയാണ് പറയുന്നത്, ഇതെല്ലാം പ്രാപിച്ച മനുഷ്യനാണ് പറയുന്നത്. അങ്ങ് ബാക്കി എല്ലാവരും താഴെയാണ് നിൽക്കുന്നത്. ഇവിടെ പർവ്വതത്തിന്റെ താഴെ ഈ മോശയെ മാത്രമാണ് മുകളിൽ വിളിക്കുന്നത്. മോശയുടെ കയ്യിൽ മാത്രമാണ് കൽപ്പന എഴുതി കൊടുത്തത്. ഈ ശബ്ദം കേട്ടത് മോശയാണ്. ജനക്കൂട്ടം ഒരുമിച്ച് അലറി വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, അങ്ങ് കേട്ട് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അനുസരിച്ചോളാം, ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ തകർന്നു പോകുമേ, ഈ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന് ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു. അതിന്റെ നടുവിൽ മോശ ദൈവശബ്ദം കേട്ട മോശയാണ്. ഈ മോശ പറയുകയാണ്, കർത്താവേ, ഞാൻ എങ്ങനെ അങ്ങേ അറിഞ്ഞാൽ അങ്ങയുടെ കൃപ എനിക്ക് കിട്ടും? എന്തിനു വേണ്ടിയുള്ള ദാഹം? കൃപയ്ക്ക് വേണ്ടിയുള്ള ദാഹം, അറിയാൻ വേണ്ടിയുള്ള ദാഹം. കൃപ മോശ പറയുകയാണ്, അങ്ങ് എത്രമാത്രം അറിഞ്ഞാൽ, അങ്ങ് എങ്ങനെയൊക്കെ അറിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? കൃപ കിട്ടും. ഒന്ന് വഴി അറിയണം, ഇനി കൃപ വേണം. കൃപ കിട്ടാൻ എത്രമാത്രം അങ്ങ് ഞാൻ അറിയണം. എത്രമാത്രം ഞാൻ അങ്ങേ അറിയണം. നിങ്ങളത് ചിന്തിച്ചു നോക്കിയ സഹോദരൻ, എത്രമാത്രം ആ മനുഷ്യന്റെ അകത്തളങ്ങളിലുള്ള ദാഹം ലോകത്തോടല്ല, മിസ്രൈമിലെ നിക്ഷേപത്തെക്കാളും നിന്ന സൈക്കിൾ തിരഞ്ഞെടുത്തല്ലേ? മിസ്രൈമിലെ നിക്ഷേപമല്ല മോശ തിരഞ്ഞെടുത്തല്ലേ? കർത്താവിന്റെ മക്കളോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു മോശ. ആ കർത്താവിനെ തിരഞ്ഞെടുത്തു, ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ കഷ്ടം ആ മനുഷ്യൻ തിരഞ്ഞെടുത്തു. അത് പുതിയ നിയമത്തിൽ വന്നാലേ അറിയാൻ പറ്റൂ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്വന്തം. അതേ മോശ പറയുന്നു, അപ്പ എനിക്ക് എപ്പോഴും കൃപ കിട്ടാനേ ഞാൻ എത്രമാത്രം അങ്ങേ അറിയണം. ഒന്നുകൂടെ വരി വായിച്ചേ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. എത്രമാത്രം അറിയണം, അത്രമാത്രം അറിയുമാറാകട്ടെ. അടുത്ത് ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് അവൻ എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം നിന്റെ വായിച്ചേ. എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരും, നിന്നോട് കൂടെ പോരും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. നിനക്ക് സ്വസ്ഥതാക്കും. എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം, എന്റെ ശക്തി, ഞാൻ മക്കളെ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്റെ സാന്നിധ്യം പഴയ നിയമത്തിൽ കണ്ടോ? പുതിയ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു. പഴയ നിയമത്തിൽ കണ്ടോ? എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. നീ പേടിക്കണ്ട. ഞാൻ നിനക്ക് എന്ത് തരും? സ്വസ്ഥത തരും. സ്വസ്ഥത തരും. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിന് 13-ാം അധ്യായം അതിന് 21-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച 13-ാം അധ്യായം അതിന് 21-ാം അധ്യായം വായിക്കുമ്പോൾ വായിച്ചേ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ വഴി വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. സാന്നിധ്യം ഇരിക്കുമെന്ന് പറഞ്ഞാൽ, അപ്പൻ ഇരിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും പ്രതികൂലം വന്നാലും ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ഇസ്രായേൽ മക്കളെ ദൈവം വഴി നടത്തി വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ തന്നെ. ഹല്ലേലൂയ. കർത്താവ് വാക്ക് തെറ്റിച്ചില്ല. വായിച്ചേ പുറപ്പാട് 13:23 വായിച്ചേ. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ. എങ്ങനെ വെളിച്ചം കൊടുക്കേണ്ട? രാത്രി അഗ്നിസ്തംഭത്തിൽ ആരിറങ്ങിയ സാന്നിധ്യം? യഹോവ.
യഹോവ ഇറങ്ങി, യഹോവ ഇറങ്ങി, യഹോവ ഇറങ്ങി. വായിച്ചേക്കാം. യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. കണ്ടോ, യഹോവ ഇറങ്ങി അവർക്ക് മുമ്പായി യഹോവ പോയിക്കൊണ്ടിരുന്നു. കണ്ടോ, ഇന്ന് ഇതിനകത്ത് പൈതലെ എന്നെ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഓ നടക്കേണ്ട സമയത്ത് നടക്കും, അകത്ത് വാസിക്കേണ്ട സമയത്ത് വാസിക്കും, നടക്കേണ്ട സമയത്ത് നടക്കും, തകർക്കേണ്ടതിന് തകർക്കും, ഉടക്കേണ്ടതിന് ഉടക്കും, മുൻപായി നടക്കുന്നൊരു ദൈവം. കണ്ടോ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, വായിച്ചേ. ആവർത്തന പുസ്തകം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യഹോവ നിങ്ങളെ പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. വായിച്ചേ. യഹോവ നിങ്ങളെ പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർ കൊടുക്കുന്ന ദേശത്തെ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള. കണ്ടോ, എന്റെ അപ്പൻ എല്ലായിടത്തും കൂടെ ഉണ്ട്, പേടിക്കരുത്. എന്റെ അപ്പച്ചൻ വിളിച്ചിട്ടുണ്ടോ? എന്റെ അപ്പൻ മുൻപ് ഇറങ്ങി നടന്നിരിക്കും. മോശയോട് കൂടെ നടന്നു അല്ലേ? മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച് മോശയുടെ കൂടെ നടന്ന ഒരാളാണ് ആര്? യോശുവ. ഹല്ലേലൂയ. മോശയോട് കൂടെ വരുന്നു, മോശയോട് കൂടെ നടന്നു. സ്വന്തം പ്രശ്നങ്ങളും പ്രതിസന്ധി വരുമ്പോൾ ഇട്ടിട്ട് പോയെന്നല്ല, മുൻപിൽ ഇറങ്ങി നടന്ന കർത്താവ്. സ്വന്തം മുൻപിൽ ഇറങ്ങി യുദ്ധവീരനായി, സൈന്യത്തിന്റെ അധിപതിയായി, റാഫയായി, ഷമ്മയായി, ഈരയായി, എൽറോയായി, എൽഷദായായി ഇറങ്ങിയ സർവശക്തനാകുന്ന ദൈവം ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് നമ്മില് ആ കർത്താവ് ഉണ്ട്. പാതകല്ല്, പേടിക്കല്ല്, നിനക്കെതിരെ ശത്രു ഏത് പദ്ധതി ഒരുക്കിയാലും അവ ജയിക്കയില്ല. അവയെല്ലാം തകർന്ന് ഉടയുന്നു. ഹല്ലേലൂയ. അവയെല്ലാം തകർന്നുടയുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. മോശയുടെ കൂടെ നടന്നില്ല, കൂടെ നടന്നു. ഹല്ലേലൂയ. കൂടെ നടന്നു. കർത്താവിന്റെ വേലക്കാരുടെ കൂടെ നടക്കുകയാണ്. കർത്താവ് പറയുന്നത് കേൾക്കുന്ന മോശയുടെ കൂടെ യോശുവ വിടാതെ നടന്നു. എവിടെ പോയാലും മോശെ യോശുവ വിടത്തില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന്റെ കൂടെ നടന്നു. എന്തിനു വേണ്ടി? ഏലിയാവിന്റെ ഇരട്ടി ശക്തി പ്രാപിക്കുക. എലീശ കൂടെ നടന്നു, പ്രാപിക്കുക എന്ന് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അപ്പോ ദൈവമാണ് ആ ശക്തി എല്ലാം കൊടുത്തത്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അത് ഞാൻ പിന്നെ പറയാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ യോശുവ മോശയോട് കൂടെ നടന്നു. മോശ സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ ഈ മോശയോട് കൂടെ ദൈവം എന്തെല്ലാം ചെയ്തോ അതെല്ലാം യോശുവയുടെ കൂടെ ഇരുന്ന് ചെയ്തു. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ. മക്കളെ, മോശയോട് കൂടെ മാത്രമല്ല എന്റെ കൂടെ, നിങ്ങളുടെ കൂടെ. അമ്മേ, കണ്ടോ, മോശയോട് കൂടെ മാത്രമല്ല ഇരുന്നത്, പിന്നെയോ യോശുവയുടെ കൂടെയും. ഞാൻ മോശയോട് കൂടെ എങ്ങനെ ഇരുന്നോ മക്കളെ? കണ്ടോ, യോശുവ കൂടെ നടക്കും. എന്താ യോശുവ കൂടെ നടക്കാൻ കാരണം? മോശയിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആ കൃപയിൽ മോശ പ്രാപിച്ചതെല്ലാം കൂടെ നടന്ന് മനസ്സിലാക്കുമായിരുന്നു യോശുവ. ഹല്ലേലൂയ. ആ ദാഹം, ആ ആവേശം, ആ ഇഷ്ടം ഒരിടവും വിടത്തില്ല. അതുപോലെ ഏലിയാവിന്റെ കൂടെ എലീശ വിടാതെ എന്ത് ചെയ്തു? നടന്നുല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പോ കർത്താവിന്റെ നാമത്തിൽ നിന്ന മോശയുടെ കൂടെ യോശുവ നടന്നുല്ലേ? അവസാനം യോശുവ എന്തായി മാറി നോക്കിയേ? കൂടെ നടന്നില്ല. കൂടെ നടക്കുമ്പോൾ അയാൾക്ക് വേറെ ഒരു ശുശ്രൂഷ അധികം ഉണ്ടായിരുന്നില്ല, പക്ഷേ ചിലർക്ക് മാത്രം. പക്ഷേ സ്തോത്രം, ഇതേ യോശുവ പിന്നത്തേതിൽ മോശയുടെ ആ ഒരു ശുശ്രൂഷ തികഞ്ഞു കഴിയുമ്പോൾ യോശുവെ അതേ സ്ഥാനത്ത് കർത്താവ് അഭിഷേകത്താൽ നിറച്ചു. കണ്ടോ, ശക്തിയെ നിറച്ചു. മാത്രമല്ല സ്തോത്രം, കർത്താവ് കൂടെ നടക്കുകയാണ്. മോശയോട് കൂടെ എങ്ങനെ ഇരുന്നോ അതുപോലെ. കണ്ടോ, ദൈവം ഒരാളിനെ വിളിച്ച് വേർതിരിച്ചാൽ എൻ്റെ ദൈവം കൂടെ ഇരിക്കും, ദൈവം കൂടെ നടക്കും, സ്വന്തം കൂടെ വസിക്കും. ആമേൻ. ഹല്ലേലൂയ. പുറത്തിറങ്ങേണ്ട സമയമാകുമ്പോൾ പുറത്തിറങ്ങും. വായിച്ചാ മതി, ഒന്നുകൂടെ വായിച്ചേ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കത്തില്ല. ആരോട് പറഞ്ഞു? യോശുവയോട് പറഞ്ഞു. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. കേട്ടോ, യോശുവയോട് മക്കളെ, നിന്റെ കൂടെ ഞാനുണ്ട്. അടുത്ത, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇന്ന് ഇതിനകത്ത് എന്നോട് നിങ്ങളോട് പറയുകയാണ്. പഴയ നിയമത്തിനകത്ത് പുതിയ നിയമത്തിനകത്ത് എന്റെ കർത്താവ് പറഞ്ഞു, മക്കളെ വിട്ടുപോയിട്ടില്ല. പുതിയ നിയമത്തിനകത്ത് പറഞ്ഞു, നീ എന്റെ കർത്താവിന്റെ
ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ആലയത്തിനകത്ത് വസിക്കും, നടക്കും. ആമേൻ. ഇറങ്ങേണ്ട സമയമാകുമ്പോൾ ഇറങ്ങും, പ്രവർത്തിക്കും. എന്നാൽ യോശുവയോട് പറഞ്ഞു, വായിച്ചെടുത്തവര്, ഞാൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുമില്ല, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. മതി. യോശുവയുടെ പുസ്തകം 21:44 വാക്യം വായിക്കുമ്പോൾ യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തപോലെ ഒക്കെയും വായിച്ചേ. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ചുറ്റും കണ്ടോ, യഹോവ എന്ത് പറഞ്ഞു കണ്ടോ, മാറിയില്ല. മനുഷ്യൻ മാറിയാലും മാറുന്ന ആളല്ല നമ്മുടെ കർത്താവ്. ഓ, വാക്ക് മാറാത്തവനാണ്. വാഗ്ദത്തം തന്നിട്ടുണ്ടോ? വാക്ക് മാറാത്ത കർത്താവാണ്, വിശ്വസ്തനാണ്. വായിച്ച് ഒന്നുകൂടെ വായിച്ച്. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരുത്തപോലെ നിന്നിട്ടില്ല. കണ്ടോ, ആ ഒരു നിലവാരത്തിൽ ശത്രുവിനെ നിൽക്കാൻ പറ്റാത്ത അന്ധകാരം. കണ്ടോ, പഴയ നിയമത്തിനകത്ത് ഇങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിനകത്ത് യേശു വസിക്കുന്ന ജീവനുള്ള ആലയമാകുന്ന എന്റെ നിങ്ങളകത്ത് യേശു വസിക്കുമ്പോ ഇവനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എത്ര വിശ്വസിക്കുന്നുണ്ട്, എത്ര ഈ വചനം അംഗീകരിക്കുന്നുണ്ട്? യോശുവയുടെ പുസ്തകം 22:4 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് യഹോവയുടെ ദാസനായ മോശ യോർദ്ദനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശത്തേക്ക് മടങ്ങി പോയിക്കൊള്ളുക. കണ്ടോ, എന്റെ കർത്താവ് ചെയ്യേണ്ടത് ചെയ്തിട്ട് അവരെ മടക്കി അയച്ചില്ലേ? ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 63:9 വായിക്കുമ്പോൾ വായിച്ചേ. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ വായിച്ചേ. യെശയ്യാവിന്റെ പുസ്തകം 63:9 വാക്യം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമൂഹദൂതൻ അവനെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കരുവിലും അവൻ അവനെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവനെ ചുമന്നുകൊണ്ട് നടന്നു. ആ കർത്താവ് നമ്മളെ രക്ഷിച്ചു, വിടുവിച്ചു. എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ 4:8-9 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീർന്നു. മതി. ഹല്ലേലൂയ. ഈ സ്വസ്ഥത ദൈവജനത്തിനുണ്ട്. ഒരു ശബത്തനുഭവം, സ്വസ്ഥതയുടെ അനുഭവം, അത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ പൈതലെ, മോശ എന്ന ഭക്തനെ ദൈവം വിളിച്ചു. ആ സാന്നിധ്യം കൂടെ പോയി, ആ ദൈവം കൂടെ പോയി ശക്തീകരിച്ചു, ബലപ്പെടുത്തി, ഓരോ സമയത്ത് നടത്തി. യോശുവേ, കർത്താവ് യോശുവയുടെ കൂടെ ദൈവം നടന്നു. യോശുവ തകർന്നു പോയില്ല, യോശുവ വീണു പോയില്ല. യോശുവയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം വെളിപ്പെട്ടു, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നു, ദൈവത്തിന്റെ അതിശയങ്ങൾ നടന്നു. യോശുവയും കർത്താവിന്റെ മഹത്വമായി ഓരോ സെക്കൻഡും നടന്നു. എന്നാൽ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ അകത്ത് വസിച്ചു. നമ്മൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളായി മാറി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. നമുക്ക് നോക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് മാർക്കോസിന്റെ മാളിക മുറിയിൽ എന്റെ അപ്പച്ചൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട്, മക്കളെ നിങ്ങൾ വാങ്ങി പോകരുത്. സ്തോത്രം. പരിശുദ്ധി ആത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണം. അപ്പൊ മാർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധി ആത്മാവിനായി അവർ 120 പേർ കാത്തിരുന്നവരുടെ മേൽ 120 ഒന്നുപോലും വിടാതെ 120 പേരുടെ മേലും ശക്തിയെ പകർന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ശക്തി കൊടുത്തു? എത്ര പേർ കാത്തിരുന്നു? 120. എത്ര പേർക്ക് ശക്തി കൊടുത്തു? 120 പേർക്കും കർത്താവിന് ശക്തി കൊടുത്തു. 120 പേര് ശക്തി പ്രാപിച്ചു. ഇന്ന് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, അങ്ങോട്ട് നോക്കുമ്പോൾ ഈ 120 പേരും ദൈവശക്തിയൊക്കെ പ്രാപിച്ച്, ദൈവിക അഭിഷേകം പ്രാപിച്ച് അങ്ങോട്ട് അപ്പോസ്തല പ്രവൃത്തി 3, 4, 5 അങ്ങോട്ട് വായിച്ചങ്ങോട്ട് പോകുമ്പോൾ അഭിഷേകത്തിന് തീയായിരുന്നു. ഹല്ലേലൂയ. അവരിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു, അവരിലൂടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നു, അവരിലൂടെ ദൈവത്തിന്റെ അതിശയങ്ങൾ നടന്നു. 7-ാം അധ്യായത്തിനകത്തോട്ട് അങ്ങോട്ട് വരുമ്പോൾ സ്റ്റെഫാനസിന്റെ പ്രസംഗമുണ്ട്. ആ സ്റ്റെഫാനസിന്റെ പ്രസംഗത്തിനകത്താണ് 7:35 വായിച്ചത്. നിന്നെ അധികാരി ന്യായകർത്താവ് ആക്കിയതാ എന്നിങ്ങനെ അവർ തള്ളി പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരി വീണ്ടെടുപ്പുകാരനെ ആക്കി അയച്ചു. ഇതെല്ലാം ആര് പ്രസംഗിച്ചതാണ്?
സ്റ്റെഫാനോസ്, ഹല്ലേലൂയ, ആ 7-ാം അധ്യായം അവസാനം വരുമ്പോൾ സ്റ്റെഫാനോസ് മരിച്ചു. ഹല്ലേലൂയ. ആ സ്തോത്രം. സ്റ്റെഫാനോസ് മരിച്ചപ്പോൾ അവിടെ സഭയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. സഭയ്ക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഭയ്ക്കകത്ത് ഉണ്ടായി. അന്തരീക്ഷം മൊത്തം ഹല്ലേലൂയ കുഴപ്പമായി. അപ്പോൾ ജനം വിചാരിച്ചു ഇതോടുകൂടെ ശുശ്രൂഷ തീർന്നു. ഇതോടുകൂടെ യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, അപ്പോ സ്തോത്രം, ഒരു പെൺകുട്ടിയുടെ ആലോചന പ്രകാരം പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ട്. പെൺകുട്ടി ഡാൻസ് കളിച്ചപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ടു. എന്നാൽ പെൺകുട്ടി അമ്മയോട് ചോദിക്കും, അമ്മേ എന്ത് വേണമെന്ന് രാജാവ് ചോദിച്ചു, എന്ത് കൊടുക്കണം? അപ്പോഴാണ് ഈ പ്രവാചകനാകുന്ന യോഹന്നാൻ, സ്നാപക യോഹന്നാൻ പ്രവചന ദൂതിൽ വിളിച്ചു പറഞ്ഞു, സ്വത്ര സഹോദരിയുടെ ജീവിതത്തിലെ കുറവുകൾ വിളിച്ചു പറഞ്ഞു. ഈ സഹോദരി അന്നു മുതൽ വാശി വെച്ചുകൊണ്ടിരുന്നു സ്വത്ര അവനെ തകർക്കണമെന്ന്. അവസാനം ആ കുഞ്ഞിനോട് പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ തല വേണമെന്ന്. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ തല രാജാവ് സ്വത്രം കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ കൊണ്ടുകൊടുത്തു. ഇതോടെ ശുശ്രൂഷ തീർന്നുവെന്ന് അന്ന് അവർ കരുതി. പക്ഷേ ആ സ്ഥാനത്ത് നസ്രായനാകുന്ന യേശു ക്രിസ്തു ഇറങ്ങി വിളിച്ചു പറഞ്ഞു. എന്തെന്നാ വിളിച്ചു പറഞ്ഞേ? ഹല്ലേലൂയ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. യേശു മാത്രം കർത്താവ്, മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന് അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്നതിന് മുന്നോടിയായി യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സ്നാപകന്റെ മരണത്തോടെ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. അവിടെ സ്തോത്രം തീർന്നില്ലടാ. യേശു കർത്താവ് അവിടെ ഇറങ്ങി തിരിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ഏലിയാവിന് ആഹാരം കൊടുക്കാൻ സ്തോത്രം കാക്ക വന്നുല്ലേ? സാരപാത്തിലെ വിധവയെ കരുതിയല്ലേ? അവിടെ നിന്ന് കാക്ക വന്നുല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ദൂതൻ വന്നുല്ലേ? ഒന്നും വരാതായപ്പോൾ ദൈവം പ്രവർത്തിച്ചുല്ലേ? ആണോ അല്ലേ? ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഇവിടെ അതുപോലെ തന്നെയാണ്. എടാ, നീ ഇല്ലെങ്കിൽ അടുത്തൊരാളുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. യേശു ക്രിസ്തുവിന്റെ മരണത്തോടെ ജനം വിചാരിച്ചു ഇതോടെ ഇവന്റെ സുവിശേഷം കെട്ടിപ്പൂട്ടി, ഗിരിപ്രഭാഷണം കെട്ടിപ്പൂട്ടി, സകലതും കെട്ടിപ്പൂട്ടി എന്ന് ജനം കരുതുമ്പോൾ സ്വർഗത്തിൽ ദൈവം സ്വർഗാരോപണം ചെയ്യും മുമ്പ് യേശു പറഞ്ഞു, മക്കളെ വാങ്ങിപ്പോകരുത്. ഒരു ശക്തി ഞാൻ നിങ്ങളുടെ മേൽ തരും. ഈ ശക്തിയെ തകർക്കാൻ ഈ ലോകത്തിലുള്ള ഏത് ശക്തി വന്നാലും ഈ ശക്തിയുടെ മുൻപിൽ നിൽക്കത്തില്ല. ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റാത്തൊരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുവിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയേ ഉള്ളൂ. ഹല്ലേലൂയ. ആ കൃപയേ ഉള്ളൂ. ആ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. അങ്ങനെ 120 പേർ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് അഭിഷേകത്തിനായി കാത്തിരുന്നു. അഭിഷേകം പ്രാപിച്ച 120 പേരും ആത്മാവിന്റെ തീ പോലെ അവനെ തൊട്ടാപ്പുള്ളൂ. അവര് പോകുന്നിടത്തെല്ലാം ദൈവശക്തി ഇറങ്ങി. അവരിറങ്ങുന്നിടത്തെല്ലാം കർത്താവിന്റെ തീ പോരി. വചനത്തിലൂടെ ബന്ധനങ്ങൾ അഴിഞ്ഞു, കെട്ടുകൾ പൊട്ടി, ദുർഭൂതങ്ങൾ കത്തി, കിടക്കാൻ വിട്ട് എഴുന്നേറ്റു, അതിശയങ്ങൾ നടന്നു, വീര്യപ്രവൃത്തികൾ നടന്നു, അന്ധകാര ശക്തികൾ അലറി ഓടി, പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു. ഒരു കൂട്ടം ദൈവം ദാസന്മാർക്കെതിരെ എഴുന്നേറ്റു, ദൈവവചനത്തിനെതിരെ എഴുന്നേറ്റു. ഭയങ്കര പ്രതിസന്ധി പ്രതികൂലം ഒരു വശത്തുണ്ടായപ്പോൾ മറുവശത്ത് കർത്താവിന്റെ വചനം ശക്തിയോടെ ദേശത്തിറങ്ങി കുടുംബങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ചു, ബന്ധനങ്ങളെ തകർത്തു, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ഉടച്ചു. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റെഫാനോസിന്റെ പ്രസംഗത്തിലൂടെ സഭ കൂട്ടായ വഴക്കായി, പ്രശ്നമായി. ഇതോടെ ജനം ചിന്തിച്ചു, ഇല്ല എല്ലാം തീർന്നു ചിന്തിച്ചുകൊണ്ടോ? അവിടെ പലയിടത്തും തീർന്നു എന്ന് പറയുമ്പോൾ തീർന്നില്ല. അത് 100 മടങ്ങ് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. വീണ്ടും സ്റ്റെഫാനോസിന്റെ കാലമായപ്പോൾ സ്റ്റെഫാനോസ് പ്രസംഗിച്ചു. അവസാനം 60-ാം വാക്യമായപ്പോൾ സ്റ്റെഫാനോസ് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. അതിൽ 8-ാം അധ്യായം വായിക്കുമ്പോൾ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. വായിച്ചേ, 8:1 കൊണ്ട് ടക്കനെ വായിച്ചേ. അവനെ കൊല ചെയ്ത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ശക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ചെടുത്ത് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് ചിതറിപ്പോയവർ ചെതറിച്ച് കളഞ്ഞപ്പോ തീർന്നു കരുതിയല്ലേ? ഇല്ല, ചെതറിച്ച് കഴിഞ്ഞപ്പോ ശുശ്രൂഷ ശക്തിയായി. ആദ്യതല്ല കേട്ടോ, ആദ്യത്തെ ശുശ്രൂഷ അല്ല. പിന്നെന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടാത്ത പട്ടണങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്യന്തപരമായ ശക്തി അങ്ങോട്ട് ഇറങ്ങി. അന്ധകാര ശക്തി ഓടിക്കൊണ്ട് വാണ ദേശങ്ങളിലെല്ലാം ദൈവത്തിന്റെ അഭിഷേകത്തിന് നദി അങ്ങോട്ട് ഒഴുകി. ചെതറിയപ്പോൾ ജനം ചിന്തിച്ചു, ഇതോടെ തീർന്നു, ഇതോടെ അവസാനിച്ചു, ഇതോടെ നശിച്ചു, ഇതോടെ കെട്ടിപ്പൂട്ടി എന്ന് പറയുന്ന സ്ഥാനത്ത് പൈതലേ ഇല്ല, തീർക്കാൻ പറ്റിയില്ല. വിളിച്ച ദൈവ വിശ്വാസൻ
ചിതറിപ്പോയതാണോ? ചിതറിപ്പോയി നഷ്ടപ്പെടുന്നതാണോ? ചിതറിപ്പോയി അയ്യോ യേശു പോയി, അയ്യോ ശിഷ്യന്മാര് പോയി, അയ്യോ സ്തേഫാനോസ് പോയി. നമുക്ക് ഇനി സ്വത്രം പത്രോസ് പണ്ട് പറഞ്ഞതുപോലെ, ശക്തി കിട്ടുമ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് മലയെടുത്ത് പോകാനാണോ പറഞ്ഞല്ല. പിന്നെ എന്തോ ചിതറിപ്പോയവർ, അവൻ ചിതറിപ്പോയവർ സുവിശേഷിച്ചു കൊണ്ട് എങ്ങനെ സുവിശേഷത യേശുവിനെ കൊടുത്തോണ്ട് അവിടെ എല്ലാവരുടെ കയ്യിൽ ആരെ കൊടുത്തു? കരം അടിച്ചു സൂചിച്ച് ആമേൻ. ചതറുമ്പോൾ ചതറുന്നിടത്തെല്ലാം ആമേൻ ദൈവത്തെ നോക്കി ഇറങ്ങിയവൻ, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവൻ, ദൈവത്തിന്റെ ബലം പ്രാപിച്ചവൻ, കാത്തിരുന്ന കൃപ പ്രാപിച്ചവൻ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവൻ, സ്വർഗ്ഗം തിരഞ്ഞെടുത്തവൻ, ലോകസ്ഥാപനത്തിനു മുമ്പേ അപ്പന്റെ ലിസ്റ്റിലുള്ളവൻ, അപ്പൻ കണ്ടവൻ, അപ്പൻ നിറഞ്ഞവൻ, ജീവനുള്ള ദൈവം നിറഞ്ഞിരിക്കുന്ന ആലയമേ, നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയത്തെ തകർക്കാൻ തന്നെ തകരുമോ? ഇല്ല, അത് തകരത്തില്ല. അതിനെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. തകർക്കാൻ നോക്കി ചതറിപ്പോയവർ പിന്മാറി പോയെന്നല്ല, പോയ സ്ഥലത്തല്ല യേശുവിനെ അങ്ങോട്ട് കൊടുത്തു പോയി. പോയടത്തല്ലെന്ന് പറഞ്ഞു യേശു മാത്രം കർത്താവ്. പോയടത്തല്ലെന്ന് പറഞ്ഞേ എടാ യേശു മാത്രം വഴി, യേശു മാത്രം സത്യം. എടാ യേശുവിനൂടെ എല്ലാ സ്വർഗ്ഗമില്ല. എടാ മശിഹ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആണല്ലോടാ. അവൻ മരിച്ചു, ആ രക്തത്തിന് പാപമോചനമുണ്ട്. ഇവരെല്ലാവരും ചിതറിപ്പോയവരെല്ലാം എന്തോന്ന് പറഞ്ഞു? ഒന്ന് വായിച്ചേ. ചിതറിപ്പോയവർ പലരും സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അടുത്ത വരി എല്ലാവരും സഞ്ചരിച്ചു. അതിൽ ഒരാളാണ് ചിതറിപ്പോയവർ, ഒരാളാണ് ഫിലിപ്പോസ്. എടാ നിന്നെ ഒതുക്കാൻ കർത്താവിന്റെ ആലയം, കർത്താവ് വസിക്കുന്ന ആലയത്തിൽ ജീവനുള്ള ദൈവം വസിക്കുന്നിടത്തോളം കാലം അതിനെ ഒതുക്കാൻ, അതിനെ തകർക്കാൻ, അതിനെ പൂട്ടിയിടാൻ, അതിനെ ചങ്ങലക്കകത്താക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ജീസസ് ഇവരെ തകർക്കാൻ നോക്കിയില്ലേ? എന്താ സംഭവിച്ചത്? ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് അങ്ങോട്ട് പോയി. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അവരാരോടാ പറഞ്ഞേ? ആരെ കുറിച്ചാ പറഞ്ഞേ? ക്രിസ്തുവിനെ കുറിച്ച്. ചിതറി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സുവിശേഷം തീരില്ല. ചെതറുമ്പോ ലോകത്തിന്റെ അറ്റം വരെ പോകും. ഒരിടത്തിരുന്ന സുവിശേഷം ലോകം മുഴുവൻ ചെയ്യും. മനുഷ്യനെ നീ ചെതറിക്കുമ്പോ സ്വതന്ത്രം ലോകത്തിന്റെ അറ്റം വരെ സുവിശേഷം എത്തും. വായിച്ചേ. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ ഒരാള് മാറ്റി വിട്ടെന്ന് പറഞ്ഞോണ്ടപ്പോ, ഒരാള് തകർത്തെന്ന് പറഞ്ഞോണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. കർത്താവ് ഒരാളിന്റെ മേൽ ശക്തിയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വത്രം ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും ആര് മാറിയാലും ആര് മാറിയില്ലെങ്കിലും ആര് കൂടെ നിന്നാലും ആര് കൂടെ നിന്നില്ലെങ്കിലും ഇനി എന്തൊക്കെ തലകുത്തല മറഞ്ഞാലില്ലെങ്കിൽ ഒരാളിന്റെ മേൽ ഒരു വിളി, ഒരു ആ ശക്തി, ആ ജീവൻ, ആ കൃപ, ആ അഭിഷേകത്തിന്റെ പദവ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഒതുക്കാനോ തകർക്കാനോ അവനെ എവിടെ ഇട്ടാലും കത്തും. അവന് കത്തിരിക്കാൻ മാത്രമുള്ള കഴിവ് അവനുള്ളൂ. അവൻ ഒരിടത്തും അണയത്തില്ല. എവിടെ ഇട്ടാലും അത് കത്തും. എവിടെ ഇട്ടാലും യേശു നിറഞ്ഞു നിൽക്കുന്ന ഒരാളിനെ എവിടെ എടുത്തിട്ടാലും അവന് യേശുവിനെ കൊടുക്കും. പൗലോസ് അപ്പോസ്തലനെ യേശു നിറഞ്ഞു നിന്നൂല്ലേ? യേശു നിറഞ്ഞു നിന്ന പൗലോസ് അപ്പോസ്തലനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടിട്ടൂല്ലേ? അപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്, മാറി മാറി വരും. ആരടുത്ത്? പൗലോസിനടുത്ത്. ഒരാൾ മാത്രമല്ല, അപ്പോ പലരും മാറി മാറി വരും. എല്ലാവരുടെ കയ്യിലും കാരാഗ്രഹത്തിനകത്ത് ഇരുന്നുകൊണ്ട് പൗലോസ് യേശുവിനകത്ത് മനസ്സിലായോ? നീ അവിടെ ഇട്ടാലും നീ ഒതുക്കി വിട്ടാലും എടാ ഈ തീ കത്തിക്കൊണ്ടേയിരിക്കുള്ളൂ. ആമേൻ. കോട്ടകളെ ഉടച്ചോണ്ടേയിരിക്കുള്ളൂ. അത് വിളിച്ചിറക്കിയത് മനുഷ്യനല്ലാത്തത് കൊണ്ടും അത് ദൈവമാകയാലും ആമേൻ. ദൈവം തിരഞ്ഞെടുത്തവരെ ആരും കുറ്റം വിധിക്കും. നീതീകരിക്കുന്നവൻ ദൈവം. ഞാൻ പ്രവർത്തിച്ചാൽ തടുക്കുന്നവര് ഞാൻ അവനിലും അവൻ എന്നിൽ വസിക്കും. ഞാൻ അവനിലും അവൻ എന്നിൽ വസിക്കും. അവൻ വളരെ ഫലം കായ്ക്കും. എൻ്റെ പിതാവ് മഹത്വം ഇവിടെ കേൾക്കുന്നതല്ല. യോഹന്നാൻ 15. ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം വാക്യങ്ങൾ വായിച്ച സമയം തന്ന ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കെ. എടാ ചെതറിയ പ്രസംഗത്തിന്റെ കൂടെ അടയാളങ്ങളും കൂടെ ഇറങ്ങും. പ്രസംഗം മാത്രമല്ല,
പിന്നെ എന്തുകൂടെ ഇറങ്ങും? അടയാളങ്ങളിലൂടെ ഇറങ്ങും. ശക്തി കൂടിയോ ഇല്ലേ? കൃപ വർദ്ധിച്ചോ ഇല്ലേ? വർദ്ധിച്ചു. അടുത്ത വരി വായിച്ചേ. പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ, പുരുഷാരൻ കേൾക്കുന്നു കാണുന്നു ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നോക്കിയേ, ഏക മനസ്സായി അവിടെയുള്ള ജനത്തിന്റെ മുഴുവനും. കണ്ടോ, മനസ്സ് മാറിയണ്ടോ? മനസ്സ് മാറ്റുന്ന സുവിശേഷം യേശു. ഹല്ലേലൂയ. അടുത്ത വരി. അശുദ്ധാത്മാക്കൾ ബാധിച്ച അവിടെ ഉണ്ടായിരുന്ന, കണ്ടോ, അശുദ്ധാത്മാവ് നിറഞ്ഞ ആ പട്ടണത്തിനകത്ത് ഈ ദൈവത്തിന്റെ ശക്തി അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അശുദ്ധാത്മാവുള്ള സകല വ്യക്തികളുടെ അകത്തും ഇരിക്കുന്ന ദുർഭൂതങ്ങൾക്ക് ഇരിക്കാൻ കഴിയടാ. നീ ചിതറിക്കുന്തോറും കർത്താവായ യേശു ക്രിസ്തു ആയിരങ്ങൾ കർത്താവിന്റെ ജീവൻ പ്രാപിക്കും. ആ ശബ്ദം കേൾക്കും, ആത്മാവിനാൽ നിറയും. വായിച്ചേ. അശുദ്ധാത്മാക്കൾ ബാധിച്ച പരം നിന്ന് അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. സന്തോഷമില്ലാത്ത പട്ടണത്തിൽ ഈ മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ ഉയർത്തി. കർത്താവ് അങ്ങോട്ട് ഇറങ്ങി സന്തോഷം കൊടുത്തു. ഭൂതങ്ങൾ മാറി, മുടന്തും പക്ഷപാതവും സൗഖ്യമായി. ജനം യേശു കർത്താവെന്ന് വിശ്വസിക്കത്തക്കവണ്ണം ഏക മനസ്സോടെ. എങ്ങനെ? കണ്ടോ, മനസ്സിലാകുന്നുണ്ടോ? ഹൃദയങ്ങളെ തുറന്നു കൊടുത്തു അല്ലേ? ജനം എല്ലാം യേശുവിനെ കണ്ടുമുട്ടിയില്ലേ? ഇവിടെ ചിതറിച്ചപ്പോ അവിടെ എന്താ നടന്നത്? എന്തുകൊണ്ട്? എടാ, ഫിലിപ്പോസിനെ ആകാശവും ഭൂമി സൃഷ്ടിക്കുമ്പോൾ ദൈവം കണ്ടതാ. മോശെ ദൈവം കണ്ടതാ. യോശുവയെ ദൈവം കണ്ടതാ. എന്നെ നിങ്ങളെ ദൈവം കണ്ടതാ. അപ്പോസ്തലന്മാരെ ദൈവം കണ്ടതാ. അവരെ നടത്തിയെങ്കിൽ നമ്മളുടെ കൂടെ, നമ്മളിലും ആരുണ്ട്? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ നടുവിൽ നടക്കുകയും ചെയ്യും. അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് പുത്രനും പുത്രിയും ആയിരിക്കും. നമുക്ക്